890 സാധനമല്ലേ അത്? 890. ഇതൊന്നും ഒട്ടും പഴക്കം ചെല്ലാത്തതാണ്, ഒട്ടും പഴക്കം ചെല്ലാത്ത, അതായത് 12 കാലം കടയിൽ ഇരുന്നിട്ട് എടുത്ത് തരുന്നതല്ല നിങ്ങൾക്ക്. വെറും 1 മാസത്തിൻ്റെ ഗ്യാപ്പിലാണ് 10, 200, 300, 400 രൂപയൊക്കെ കുറച്ച് തരുന്നത്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് സത്യസന്ധതയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നവർ സമയമുണ്ടെങ്കിൽ ബാക്കിലേക്ക് വീഡിയോ എടുത്ത് നോക്കുക. അത്ര ആധികാരികതയോടെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് വീഡിയോ ഓൺലൈനിൽ കാണിച്ചതാണ്. ഇത് ഒരു ചന്തേരിയുടെ ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ ഒരു നല്ലൊരു നീറ്റായിട്ടുള്ളൊരു സാരി. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് ഷോപ്പിൽ ഇങ്ങനെ ഒത്തിരി സ്റ്റോക്ക് കൂട്ടി വെക്കാമായിരുന്നു. ഞാൻ ചെയ്തില്ലല്ലോ, ഞാൻ പാവമായിട്ടല്ലേ. എൻ്റെ പൊന്നെ, ഓരോരുത്തരൊക്കെ ഇരുന്ന് കമൻറ്റൊക്കെ വിടുമായിരിക്കും. എന്നൊക്കെയാണോ എനിക്കറിയത്തില്ല. ഇത് എന്നാ പറയട്ടെ, ഒരു മുന്തിരിയുടെ ഒരു ഷെയ്ഡാണേ, ഗ്രേപ്പിൻ്റെ ഒരു ഷെയ്ഡ്. ഇതേ കൂടെ ഇങ്ങനെ വില പറയാം. ആദ്യം മുന്താണിയൊക്കെ ഒന്ന് കാണിച്ചിട്ട് വില പറഞ്ഞാൽ മതിയോ? ക്ഷമിക്കുമോ? ഇത് മുന്താണി. ഇനി എന്തേ? ബ്ലൗസ്. ഇതാണ് ബ്ലൗസ്. ഉണ്ടോ ബ്ലൗസ്? ഇത് ആ ഫോൾഡിങ് മാറാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു അഭ്യാസത്തിൽ കൂടെ കാണിക്കുന്നത്. ബ്ലൗസിൽ ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഈ ഡിസ്കൗണ്ട് ഐറ്റം, വില കുറഞ്ഞ ഐറ്റം, അങ്ങനത്തെ അതൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചുമ്മാ ഒരാവശ്യമില്ലാതെ പറയും, ഇത് നല്ലതാണോ, ഇത് കൊള്ളുമായിരിക്കുമോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്കങ്ങ് ഇട്ട് തന്നിട്ട് ആശാൻ ഇങ്ങനെ മാറിയിരിക്കും. നമ്മളതിനകത്ത് വീഴരുത്. നല്ല നമ്മൾ തന്നെ പറയണം. 790 രൂപ, ഇപ്പം 590 രൂപ. എന്ത് പൊട്ട സാധനവും നല്ലതാക്കാൻ നമ്മളെക്കൊണ്ട് പറ്റും. നമ്മൾ നല്ല കഴിവുള്ളവരാണ്. നമ്മൾ സ്വയം 10 പ്രാവശ്യം പറഞ്ഞാൽ മതി, ആകും. ഞാൻ ഗ്യാരണ്ടി. ഇത് കളർ പറഞ്ഞേ. ആന്ന് പറഞ്ഞൊരു കളറില്ല. ഒരു ഗ്രേയും പൗഡർ ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഗ്രേ ആണ് പറയുവാണെങ്കിൽ, ഇത്തലും അങ്ങനെ ബ്ലാക്കിൻ്റെ ഒരു ഡിസൈന് അങ്ങനെ പോയിരിക്കുന്നു. ഇത്രയും കാലമായിട്ട് ഈ തുണിക്കകത്ത് വിരകിയിട്ട് കളർ അറിയത്തില്ല അല്ലേ? എന്നെ കണ്ടുപിടി. ഇത് കണ്ടോ മുന്താണി? ഇതാണ് മുന്താണി. വില എഴുതിയോ? ഇവിടെ വില അപ്പം തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എഡിറ്റിങ് പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടായിരിക്കുന്നത്. നല്ലൊരു സാരി കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ചിലതൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, ഇതൊക്കെ എന്തിനാ അങ്ങനെ ഡിസ്കൗണ്ട് സൈഡിൽ മോശം സാധനങ്ങൾ വിൽക്കുക എന്നുള്ള ഒരു ടെൻഡൻസി അല്ല. ഞാൻ സത്യമായിട്ടും പറയാം, ഇത് പോകുകയെല്ലാം തോന്നുന്ന സാധനം എടുത്ത് ഡിസ്കൗണ്ടിൽ കൊടുക്കുക എന്നുള്ളതല്ല. എനിക്ക് പുതിയ സാധനങ്ങൾ വന്ന് നിറയണം എന്നുള്ളൊരിതാണ്. എൻ്റെ കടയിൽ വരുന്ന സ്ഥിരം വരുന്ന ഏത് കസ്റ്റമർക്കും അറിയാം. ആഴ്ച 2 പ്രാവശ്യം കുർത്തി, ചുരിദാർ സെറ്റ്, സാരി ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. കാരണം ഓൺലൈനിൽ നിന്ന് ബാലൻസും ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന സാരി ആയതുകൊണ്ട് സാരിക്ക് സ്റ്റോക്ക് നമുക്ക് വെക്കാൻ ഇടയില്ലാത്ത കുഴപ്പമുള്ളൂ. എന്നാ ഒരു സൈസ് ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല സാരി കേട്ടോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഇതാണ് ബ്ലൗസ് കേട്ടോ. ബ്ലൗസ് കാണിച്ചേ. അതിൻ്റെ ബ്ലൗസ് വൃത്തിക്കൊന്നും കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എന്നാണെന്നറിയോ, മുന്താണി മടങ്ങിപ്പോയി. അപ്പോൾ മുന്താണി മുമ്പത്തെ കണ്ടതിൻ്റെ അതേ ഡിസൈൻ ഓർത്താൽ മതി കേട്ടോ. സിക്സാഗ്, നമ്മുടെ ചുമ്മാ ഡെയിലി വെയർ സാരികളിലെ സിക്സാഗ്, ഇതൊക്കെ നല്ല സുപരിചിതരാണ് എല്ലാവർക്കും. ഞാൻ ഭയങ്കര സിക്സാഗ് പ്രേമിയാണേ. അപ്പം ഞാൻ സിക്സാഗ് എവിടെ കണ്ടാലും എടുക്കും. ഇത് ചുമ്മാ എങ്ങനെ വേണേലും യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു സോഫ്റ്റ് സിൽക്കി ആയിട്ടുള്ള ഒരു സാരി 720 രൂപയുടെ ആയിരുന്നു. 480 രൂപ ഇപ്പം വരാം. വെറും 480 രൂപ. നമ്മളൊരു നല്ലൊരു നൈറ്റി വാങ്ങിക്കണമെങ്കിൽ ആ വിലയ്ക്ക് കിട്ടുമല്ലോ അല്ലേ? നല്ല 480 രൂപ. ഞങ്ങളുടെ കടയിൽ 480 രൂപ, 390 രൂപയ്ക്കൊക്കെ നല്ല ഒന്നാന്തരം ബ്രാൻഡഡ് നൈറ്റി ഉണ്ട്. ഞാൻ ചുമ്മാ തള്ളുന്നൊന്നുമല്ല, ഞാൻ കാണിക്കാറില്ല ഓൺലൈനിൽ. ബോട്ടിൽ ഗ്രീൻ വിത്ത് വൈറ്റ് ബ്ലൗസൊക്കെ ഒത്തിരി പേര് റെഡിമെയ്ഡ് ബ്ലൗസ് ചോദിക്കുന്നുണ്ട്, വന്നിട്ടുണ്ട് കേട്ടോ. വൈറ്റ്, ഓഫ് വൈറ്റ്,
സ്കിൻ ഫിറ്റ് ബ്ലൗസുകൾ, പിന്നെ പല സാധനങ്ങൾ വന്നിട്ടുണ്ട്, പല ഐറ്റം. വൈറ്റ് ബ്ലൗസിന് ഭയങ്കര ചോദ്യമാണ്, പക്ഷേ ഓൺലൈനിൽ കാണിക്കാതെ സെയിലില്ല. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കാണിച്ചാലേ പിന്നെ ഫോട്ടോ എടുത്ത് കാണിക്കണം, വണ്ണം വീതി നീളം, ഇതൊക്കെ ഓൺലൈനാണ്. ഒറ്റ വർത്താനത്തിലെല്ലാം തീരുമല്ലോ. ഞാൻ ഉടനെ തന്നെ വീഡിയോ കാണിക്കാവേ. അടുത്ത ദിവസം പ്ലെയിൻ സാരിയുടെ വീഡിയോ കാണാം കേട്ടോ. പ്ലെയിൻ സാരിക്ക് ഭയങ്കര അന്വേഷണങ്ങൾ. പ്ലെയിൻ സാരി വിത്ത് ഇത്രയും കാലം കാണിച്ച പോലെയല്ല, പ്യുവർ അജ്രക്കിൻ്റെ ബ്ലൗസുമായിട്ട്. പ്യുവർ അജ്രക്ക് മെറൂണും ക്രീമും. അയ്യോ, ബ്ലൗസ് കാണിച്ചില്ലല്ലേ മുമ്പേ. ഇതായിരുന്നു ബ്ലൗസ് കേട്ടോ. ബ്ലൗസിനെ കലങ്കാരി പ്രിൻ്റാ. അതിനും അതെ, പച്ചയ്ക്കും അതെ, ഇതിനും അതെ. അടുത്ത വരുമ്പോൾ ഗ്രീൻ വരും. ഗ്രീനും ഇങ്ങനത്തെ ഒരു ഷെയ്ഡില്ലേ, ഈ ഒരു ഷെയ്ഡ് മുന്താണിക്കൊക്കെ ഇത്. ചന്തേരിയുടെ ഒരു മെറ്റീരിയലാണ്. ഒരു ചുമ്മാ ഒരു സാരി 400 രൂപ. കണ്ടോ? ഇതിൽ ഒരു ഈ വേറെ വെറൈറ്റി ആയിട്ടുള്ള മോഡലുകൾ സാരികളൊക്കെ വരില്ല, അങ്ങനത്തെ ഒരു സാരി. അത് നെറ്റ് കോട്ടയുടെ പോലത്തെ ഒരു ഫാബ്രിക്കാണ്, ചെക്ക് ഡിസൈനാണ് പോയിരിക്കുന്നത്. കണ്ടോ? ആ ചെക്ക് കാണാൻ പറ്റുമോ? ഇത് ഉണ്ടോ? കാണാവോ? ചെക്കാണ് പോയിരിക്കുന്നത്. ഇതിപ്പോൾ വന്നിട്ട് പിങ്കും ക്രീമും കൂടെ കൂട്ടി. മുന്താണി ഇല്ലല്ലേ? അങ്ങനെ തന്നെയല്ലേ? മുന്താണി എന്ന് പറയുമ്പോൾ ടാസിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളേ. ബ്ലൗസ് ഉണ്ടോ നോക്കട്ടെ. അയ്യോ, മുന്താണി ഇതാ. ഉണ്ടോ? ഇതാ മുന്താണി. ഞാൻ കാണിച്ചല്ല കേട്ടോ മുന്താണി. ഇതാണ് മുന്താണിയോട്ട് വരുമ്പോൾ ഒരു ക്രീം ഷെയ്ഡ്. ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് റണ്ണിങ് തന്നെയാണ്. ബ്ലൗസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ ഒരു പിങ്ക് ഇട്ടാൽ മതി. ബ്ലൗസ് നല്ല ഭംഗിയായിരിക്കും. ബോർഡർ ഇവിടുത്തെ വരുമ്പോൾ ക്രീം ബോർഡർ, ഇവിടേക്ക് വരുമ്പോൾ പിങ്ക് ബോർഡർ. അതായത് നമ്മളിങ്ങനെ ഞൊറിഞ്ഞു കുത്തി അതിങ്ങനെ ഹാഫായിട്ട് നിൽക്കും. പകുതി ഇത്രയും ഭാഗത്ത് പകുതി പിങ്ക് നിൽക്കും, ബാക്കി കീഴോട്ട് ഭാഗത്തേക്ക് ക്രീം നിൽക്കും. വില 400 രൂപ. 400 രൂപ. അതിൻ്റെ ഒറിജിനൽ വില എത്ര? 820. അത് എഴുതിയിട്ടുണ്ട്. ആദ്യം വില പറയാം. അയ്യോ, വില ഇട്ടില്ലേ? ഉണ്ടോ? 400 രൂപയെ. ഇതിൻ്റെ ഒറിജിനൽ വില 780 രൂപ. 780 അല്ല, ഞാൻ വേറെ ആയിട്ട് നോക്കട്ടെ. അതിൽ കൃത്യമായിട്ട് വായിക്കത്തില്ല. കണ്ണാടിയൊക്കെ വെക്കണമെന്ന് തോന്നും. എനിക്ക് ഷോർട്ട് സൈറ്റിൻ്റെ പ്രോബ്ലമാണേ കേട്ടോ. അല്ലാതെ പ്രായമായിട്ട് കണ്ണ് കാണുന്നില്ലാത്ത അസുഖമൊന്നുമില്ല കേട്ടോ. അതിന് മാത്രം പ്രായമൊന്നുമില്ല. നേരത്തെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊക്കെ പ്രായമാവും. മക്കളങ്ങ് കൊന്നത്തടി പോലെ വളരും. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പ്രായമായതോ. അയ്യോ, ഞാൻ തുമ്മാ പറഞ്ഞൊന്നുമല്ല. എന്നെ 18 വയസ്സിൽ കെട്ടിച്ചാന്ന് ഞാൻ പറയല. അന്നച്ചിനൂടെ മുന്നോട്ട് പോട്ടെ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ കേൾക്കുന്നുണ്ട്, ഓടിക്കും എന്നെ. 18 വയസ്സൊന്നും കെട്ടിച്ചല്ല കേട്ടോ, ഞാൻ ചുമ്മാ തള്ളുന്നു. മാംഗോ പ്രിന്റ് പെണ്ണുങ്ങൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്നേലൊക്കെ പറയുന്നുണ്ട്. എനിക്കത്ര പ്രായത്തെ ഓർത്തുള്ള ബോധറിങ്ങും ഒന്നും ഇല്ല. അതൊക്കെ ആയിക്കോട്ടെ. നമ്മളെപ്പോഴും ചെറുപ്പമായിട്ട് നമ്മളീ കൂട്ടിത്തരവും പൊട്ടത്തരവും ഒക്കെ ആയിട്ടങ്ങ് ജീവിച്ചാൽ മതി. പിന്നെ മുടിയൊക്കെ നരയ്ക്കുമ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ വരും. അത് എന്നാ പറയുന്നേ, അതിന് ഏറ്റവും വലിയ ദൈവം തന്നെ സന്തോഷമല്ല പറയുന്നത്. എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കൊച്ചുമോൻ്റെ മുടി നരച്ചു. അത് പാരമ്പര്യം. എൻ്റെ അമ്മയുടെ മുടി 12 വയസ്സിൽ നരച്ചെന്നാണ് പറയുന്നത്. അതും ഒരു കഷ്ടം. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ എല്ലാം കൂടെ ഒത്തു നോക്കുമ്പോഴേ ഇങ്ങനെ ഇത് കണ്ടോ, എന്നാ മാംഗോ പ്രിൻ്റ്. എന്നെ ഈ എവിടെയായാലും ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് ലുലുമാളിൽ പോയപ്പോൾ കുറച്ച് ചേച്ചിമാരൊക്കെ എന്നെ കണ്ടിട്ട് വർത്താനമൊക്കെ പറയാൻ വന്നു കേട്ടോ. ഇസബെല്ല അല്ലേ എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ ആ ചേച്ചിയൊക്കെ പറഞ്ഞു എന്നെ നേരെ കാണാനെന്നല്ല. ഇനി അത് പറഞ്ഞു വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ കുറച്ചും കൂടെയൊക്കെ പ്രായം തോന്നിക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വലിയ കൊച്ചുപെണ്ണൊന്നും അല്ലാന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയായിരിക്കും. ഇത് മുന്താണി കേട്ടോ. കണ്ടോ മുന്താണി കണ്ടോ? നല്ലതല്ലേ? ഇതെന്നാന്നറിയോ, ഇങ്ങനെ ഒരു മാംഗോ പ്രിന്റ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ചുമ്മാ സാരി ഇല്ലേ, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന സിന്തറ്റിക് മിക്സ് ഉണ്ട്. ഒരു സെമി സിൽക്കി സാരി.
അങ്ങനെയുള്ളൂ. ഇതിൻ്റെ വില ഇവിടെ എന്നാ എനിക്കും തോന്നുന്നുണ്ട് എന്തോ ഇരിക്കുന്നു. ഇത് ഉണ്ടല്ലോ മാംഗോ പ്രിൻ്റ് എന്നാ മെറ്റീരിയൽ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ചുമ്മാ സിന്തറ്റിക് മിക്സ് കാണാം. പക്ഷെ അങ്ങനത്തെ ചൂട് തോന്നുന്ന അങ്ങനത്തെ എന്താ പറയുന്നത്, അങ്ങനത്തെ ഒരു പോളിയസ്റ്റർ ഫീലല്ല, ഒട്ടും തോന്നില്ല. ഒരു ചന്തേരിയുടെ അല്ലെങ്കിൽ ഒരു സെമി സോഫ്റ്റ് സിൽക്കിൻ്റെ ഒക്കെ ഒരു ഫീല്. ഇത് മുന്താണി. ഇനി ഇതിന് ബ്ലൗസ് ഉണ്ടോയെന്നും കൂടെ ഞാൻ നോക്കട്ടെ. ബ്ലൗസ് ഉണ്ട്. ഈ ഒരു പ്ലെയിൻ കളർ ഉണ്ടോ, ഈ ഗ്രേ വരുന്ന അതാണ് പ്ലെയിൻ ആയിട്ട് ബ്ലൗസ്. അതിൻ്റെ 4 കളറുണ്ട്. രാമ ഗ്രീൻ വിത്ത് വേറെ നേവി ബ്ലൂ അങ്ങനത്തെ കളർ. എല്ലാത്തിനും ബ്ലൗസ് വരുന്നത് ആ ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഗ്രേ ഷെയ്ഡാണ് എല്ലാത്തിനും ബ്ലൗസായിട്ട് വരുന്നത്. അത് വേണമെങ്കിൽ ഇടാം. ഇതിനകത്തുള്ള നേവി ബ്ലൂവോ ഗ്രീനോ ഏതെങ്കിലും വേണമെങ്കിൽ ബ്ലൗസായിട്ട് ഇടാം. വില പറഞ്ഞോ? 400 രൂപ. പീച്ച് അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡ് മുന്താണി ഇങ്ങനെ. ഇതിങ്ങനെ ഇതിൻ്റെ ഈ ഒരു ഡൈയിങ്ങാണ് കേട്ടോ. ഇങ്ങനെ അവിടെ കറുപ്പയിലൊക്കെ അവിടെ ഇങ്ങനെ പിടിക്കാതുണ്ട്. അത് നേരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനങ്ങ് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഈ നൂല് പിടിക്കാതെ പോകുന്ന പോലത്തെ ഒരു സംഭവമില്ലേ, നൂലെ കളർ പിടിക്കാതെ പോകുന്നൊരു സംഭവം, അതാണ്. ഗ്രേയുടെ ഒരു ഷെയ്ഡ്. എന്താണ് ഇങ്ങനെ. ഇനി ഈ സാരി കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈനിൽ കാണിച്ചപ്പം, ഓൺലൈനിലല്ല ഡിസ്കൗണ്ട് സെയിലിൽ കാണിച്ചു. ഇതിൻ്റെ വേറൊരു മോഡല്. എൻ്റെ തമ്പുരാനെ, എല്ലാവർക്കും അത് മതി. എന്നിട്ട് റീസ്റ്റോക്ക് വരുമോന്നാണ് ചോദിക്കുന്നത്. ഡിസ്കൗണ്ട് സൈഡിൽ വെച്ച സാധനം എവിടെ റീസ്റ്റോക്ക് വരാനാണ്? നമ്മൾ ശരിക്കുള്ള ഇതിനല്ലേ റീസ്റ്റോക്ക് ഒക്കെ കൊണ്ടുവരുള്ളൂ. ബ്ലാക്ക് വിത്ത് ഇതിങ്ങനെ ഒട്ടിക്കിടക്കുന്ന ഒരു ജോർജറ്റ് ഫീല് തരുന്ന, എന്നാൽ പ്യുവർ ജോർജറ്റ് അല്ല, ഷിഫോണും അല്ലാത്ത ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ്. ഇതിൻ്റെ സ്റ്റഫ് നല്ല ഒതുങ്ങിക്കിടക്കും. ബ്ലൗസ് ഇത് ഈ ബോർഡറിൽ എന്താണോ വരുന്നത് അത് തന്നെയാണ് ബ്ലൗസ് വരുന്നത്. മുന്താണി അത് തന്നെ. ഇതുണ്ടോ, ഇതാണ് മുന്താണി. ഞാനത് പ്രത്യേകിച്ച് കാണിച്ചില്ലെങ്കിലും മനസ്സിലാവും അതാണ് മുന്താണി. വില ഇപ്പോൾ കണ്ടതാണല്ലോ. $1150 690 രൂപ. 690 നോക്കണേ, അത് 650 എന്നൊരു സംശയം. 650 അതിൻ്റെ തന്നെ വാടാമുല്ല ഷെയ്ഡേ. ഇതൊക്കെ മേടിച്ചവരൊക്കെ ധാരാളം ഉണ്ട്. 650 വാടാമുല്ല ഷെയ്ഡും ഈ ഒരു സാധനം ഇതും ഉണ്ടോ. ഇതുപോലത്തെ ഇത്രയേ ഉള്ളോ? അതേ കിടക്കുന്നു. അതല്ല അതിൻ്റെ അപ്പുറത്ത്. അതെല്ലാം കാണിക്കാനുള്ളതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം റിഡക്ഷൻ സെയിലിൽ കാണിച്ച 1-2 സാരി ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെന്നാന്നറിയോ അങ്ങനെ വന്നേക്കുന്നത്? ഈ സാരി ഇപ്പം നമുക്ക് അന്നോ അതിൻ്റെ പിറ്റേ ദിവസത്തിനകം എൻക്വയറി വന്നില്ലെങ്കിൽ നമ്മളത് കൊടുക്കത്തില്ലായിരുന്നു. മീൻസ് അത് പിന്നെ തപ്പിത്തേടി ഓരോന്ന് നമ്പരേ പുതിയ വീഡിയോ വന്നു കഴിയുമ്പോൾ അപ്പം അങ്ങനെ വന്നിട്ട് ഉണ്ടെങ്കിലും ഇല്ലെന്നും പറഞ്ഞ് മാറ്റി വെച്ച സാധനങ്ങളുണ്ട്. ഞാനിത് ജെനുവിൻലി പറയുന്ന കേട്ടോ, തള്ളി പറയുന്നതെന്നൊന്നും ആരും ഓർക്കരുത്. ഇത് എന്നാ ഈ ഒരു മുമ്പേ കാണിച്ച തന്നെ സാരി ഈ ബോഡിക്ക് ഒരു ഇച്ചിരി കൂടെ സിൽക്കി ടച്ച് കൂടുതലാണെന്ന് തോന്നി. ഇതിന് ഒരു പിങ്ക് കളറും ഇങ്ങനെ വരണം, മുന്താണി ഇങ്ങനെ, ബ്ലൗസും ഇങ്ങനെ തന്നെ. വില സെയിം, എല്ലാത്തിനും ഒരേ വിലയാണ് ആ ഒരു മോഡലിന് മൊത്തം. $699 അല്ലേ? ഇത് ഇത്തക്കിടപ്പുണ്ട്. ഗ്രേയും
ഇങ്ങനെ ഒരു സംഭവം, മെറൂണെ കൂടെ ഇങ്ങനെ ഒരു ഡിസൈൻ. മുന്താണി ഇത്, ബ്ലൗസും ഇത്. ഇതെല്ലാം ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ സാരിയൊക്കെ ഞാൻ എന്നിട്ട് ഓർക്കുവേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാരികളെ ആദ്യം കിട്ടിയ ആളാരാന്ന് ഞാൻ തപ്പി നോക്കും. ഈ ബുക്കിങ്ങിൻ്റെ ഇതൊക്കെ എടുത്ത് ഹിസ്റ്ററി എല്ലാം എടുത്ത് നോക്കുമ്പോൾ ഞാൻ ലക്കി എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ കരസ്ഥമാക്കുക എന്ന് പറയുമ്പോഴേ, ഇത് വന്നിട്ട് ഒരു തവിട്ട കളർ എന്നൊക്കെ പറയല്ലേ, അതും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ. ഇങ്ങനെ ഒരു ബോർഡർ, മുന്താണി ഇങ്ങനെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. ബ്ലൗസും അത് തന്നെ, മുന്താണിയും ബോർഡറും ആയിട്ടിരിക്കുന്ന ആ സംഭവം തന്നെയാണ് ബ്ലൗസിനും വരുന്നത്. തിരിഞ്ഞുപോയി. മുന്താണി എടുത്തിട്ട് ഈ ഷോയ്ക്ക് കാണിച്ചു. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ്റെ ഇച്ചിരി കൂടെ തെളിമയുണ്ട് കേട്ടോ, ഡാർക്കല്ല, തെളിമയുള്ള ബോട്ടിൽ ഗ്രീനും. ഇങ്ങനെ ഒരു ബോർഡർ, മുന്താണി ഇത് തന്നെ, ബ്ലൗസും അത് തന്നെ. ആ ടൈപ്പ് സാരി കഴിഞ്ഞ് ഇനി ഒരൊറ്റ സാരിയും കൂടെ കഴിഞ്ഞാൽ, ഈ സാരി കട്ടുപോലും പൊട്ടിച്ചിട്ടില്ലല്ലോ. സിക്സാഗ് ബോർഡർ, അത് സിക്സാഗ് ബോർഡർ കുറച്ചകന്ന് പിന്നെ അടുത്ത് പിന്നെ അകന്ന്, അങ്ങനെ ഇങ്ങനെ ഒരു ടെമ്പിൾ ബോർഡർ വരുന്ന. എന്നാ മെറ്റീരിയലാണെന്ന് ചോദിച്ചാൽ ഷിഫോൺ ആണെങ്കിലും ഭയങ്കര സോഫ്റ്റാണ്. ജോർജറ്റാന്ന് തോന്നുന്നു അല്ലേ, ജോർജറ്റ പിടിക്കുന്ന പോലെ തന്നെയുണ്ട്. മുന്താണി ഇങ്ങനെ. വില പറയണം അല്ലേ? 390 രൂപ. 550 രൂപയുടെയാണ് 390 രൂപ. ഇത്രയല്ലേ ഉള്ളൂ. ഇന്നൊരു വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇപ്പം തന്നെ ഇവിടെ പറയുന്നത് കേട്ടു. ചിലപ്പോൾ മിക്കവാറും ഇത് അപ്പോൾ ഞാനത് പറയാം. വീഡിയോ നമ്മൾ കഴിവതും ഒന്നിച്ച് കാണുക, ഒന്നിച്ചല്ല മുഴുവൻ കാണുക, സ്കിപ്പ് ചെയ്ത് കാണുക. കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പിന്നെ ഈ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുന്നില്ല, നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണല്ലോ. അപ്പം നമ്മൾ മിക്കവാറും അടുത്ത ദിവസം പ്ലെയിൻ സാരിയുടെ വീഡിയോ ആയിരിക്കും. എല്ലാവരും കാണണം കേട്ടോ. ഇതിനെല്ലാം ഒരെണ്ണത്തിന് ഒരു സ്റ്റോക്കേ ഉള്ളൂ. ഇതിനെല്ലാത്തിലും വലുതായിട്ട് ഇത് സെയിൽ നടന്നാലും സെയിൽ നടന്നില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. എത്ര നിങ്ങൾക്ക് ആപ്റ്റല്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് കണ്ടിട്ട് അയ്യോ ഞാൻ ഉദ്ദേശിച്ചതല്ല, അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ആ വാദഗതികളൊക്കെ ഓക്കെ ആക്കുന്നുണ്ട്. ഉദ്ദേശിച്ചതല്ലാന്നൊന്നും പറഞ്ഞല്ല, അങ്ങനെയാണ് ഇങ്ങനെ. എന്നെ സംബന്ധിച്ച് ദൈവാധീനത്തിന് വലിയ കുറവാട്ടോ, വളരെ കുറവ്. ഞാൻ അതിനൊക്കെ തമ്പുരാനോട് എന്ത് നന്ദി പറയുന്നല്ലോ. ഓരോരുത്തരൊക്കെ പറയുന്ന കേൾക്കാം, പോകുന്നതിനും വേഗത്ത് പറയുന്ന, നമുക്ക് അങ്ങനെ വരാറില്ല, വരാതിരിക്കട്ടെ. വന്നാലും അതെല്ലാം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബിസിനസ് ഇരിക്കുമ്പോൾ ഒരു ദിവസം വിൽക്കും, പിറ്റേ ദിവസം തിരിച്ചു കൊടുക്കും, പിന്നെ വേറെ ഇത് അത് നടക്കുന്ന കാര്യമല്ല. തുണിയെന്നല്ല, ഏത് സാധനവും അങ്ങനെ തന്നെയാണ്. എവിടെയും ചെന്ന് പിറ്റേ ദിവസം പൈസ തിരിച്ചു തന്നേരെ, അല്ലെങ്കിൽ സാധനം മാറിയൊക്കെ അത്യാവശ്യം നമ്മൾ കൊടുക്കും, എല്ലാവരും കൊടുക്കും. ഇതൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ ആരും ഫോഴ്സ്ഫുള്ളി വാങ്ങിക്കുന്നില്ല, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങിക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ വീഡിയോസ് എടുത്ത് നോക്കാം. ഇതിനകത്ത് 90% സാരികളും ഓൺലൈനിൽ തന്നെ കാണിച്ചത്. 90% അല്ല, 98% സാരികളും ഓൺലൈനിൽ തന്നെ കാണിച്ചതാണ്. ഒരു കാരണവശാലും എനി കോസ്റ്റ്, നോ റിട്ടേൺ, നോ റീഫണ്ട്, നോ എക്സ്ചേഞ്ച്. ദേഷ്യം ഒന്നും തോന്നരുത് കേട്ടോ, അതിനുള്ളതില്ല. അതിനും കൂടെ മെനക്കെടാനുള്ള ഒരാൾക്ക് അതും കൂടെ നമുക്ക് മെനക്കെടുത്തുന്നത് നമുക്കപ്പോൾ വേറെ നമ്മളുടെ സെയിലിനെ ബാധിക്കും, ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരെയും നാളെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിന ആശംസകൾ. താങ്ക് യു.